ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ആദ്യം ഡയറക്റ്റ് ഫോം 1 റിയലൈസ് ചെയ്തു. ഇനി അടുത്ത ഫോമാണ് ഡയറക്റ്റ് ഫോം 2 റിയലൈസേഷൻ. അപ്പോൾ ഡയറക്റ്റ് ഫോം 1 നമ്മൾ എന്താണ് ചെയ്തത്? ഇൻപുട്ട് പോർഷനെ WF എന്ന് റീപ്ലേസ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കമ്പൈൻ ചെയ്ത് പ്ലസ് വെച്ച് ചെയ്തിട്ടാണ് നമ്മളിവിടെ ചെയ്തത്. ഇനി അടുത്ത ഡയറക്റ്റ് ഫോം 2 ആണ്. ഡയറക്റ്റ് ഫോം 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം IR ഫിൽറ്ററാണ്. IR ഫിൽറ്ററിൽ എന്തൊക്കെ ടേംസ് കാണും? Y ടേംസും കാണും, X ടേംസും കാണും. അതായത് ഡിപ്പെൻസ് അപ്പോൺ പാസ്റ്റ് ഇൻപുട്ട്, പാസ്റ്റ് ഔട്ട്പുട്ട്, അതുപോലെ തന്നെ പ്രസൻറ്റ് ഇൻപുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഇത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു എക്സ്പ്രഷനാണ് തരുന്നതെങ്കിൽ ആദ്യം നമുക്കറിയാം ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് H(z) എന്ന് പറയുന്നത് എന്താ? Y(z)/X(z) ആണ്. അപ്പോൾ നമ്മൾ ഈ Y(z)/X(z)നെ ഒരു W(z) എന്ന് പറഞ്ഞൊരു ഇൻ്റർമീഡിയറ്റ് ടേമുമായിട്ടും കൂടെ ആക്കുകയാണ്. അതായത് Y(z)/X(z) ഇസ് ഈക്വൽ ടു നമ്മൾ എന്തെന്ന് ചെയ്തതാണ്? Y(z) ഡിവൈഡഡ് ബൈ W(z) ഇൻറ്റു W(z) ഡിവൈഡഡ് ബൈ X(z). അതായത് ഇങ്ങനെ ചെയ്താൽ വ്യത്യാസമില്ലല്ലോ, ഇത് രണ്ടും ക്യാൻസൽ കഴിഞ്ഞാൽ ഇത് തന്നെ വരത്തില്ലേ. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് Y(z)/X(z)ന് പകരം നമ്മൾ എഴുതും ഒരു ഇൻ്റർമീഡിയറ്റ് ഒരു വേരിയബിളും കൂടെ കയറ്റാണ്. ദാറ്റ് ഈസ് Y(z)/W(z) ഇൻറ്റു W(z) ഡിവൈഡഡ് ബൈ X(z). ഇതിൽ നമുക്കറിയാം ഒരു IR ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേന് അതിൻ്റെ ഒരു ജനറൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താ? അതിനൊരു ന്യൂമറേറ്ററും കാണും, ഒരു ഡിനോമിനേറ്ററും കാണും. ഇതാണ് ന്യൂമറേറ്റർ. അതായത് സിഗ്മ k = 0 to n BK(z) raised to -k 1 + സിഗ്മ k = 1 to n AKZ raised to -k. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതിൽ ഈ ന്യൂമറേറ്റർ എന്ന് പറയുന്ന ടേമിനെയാണ് നമ്മൾ എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? Y(z)/W(z). അപ്പോൾ ഓർത്തിരിക്കണം, ന്യൂമറേറ്ററിനെയാണ് Y(z)/X(z) എന്ന് എടുക്കുന്നതും അടുത്ത ടേം എന്ന് പറഞ്ഞാൽ എന്താ? W(z)/X(z). അതെന്ന് പറയുന്നത് ഏതാ? ഡിനോമിനേറ്ററിനെ. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയേക്കുന്നത്. Y(z)/W(z) ഇസ് ഈക്വൽ ടു സിഗ്മ k = 0 to n BKZ raised to -k W(z) ഡിവൈഡ് ബൈ X(z) ഇസ് ഈക്വൽ ടു 1/1 + സിഗ്മ k = 1 to n AKZ raised to -k. ഇനി എന്ത് ചെയ്യാം? ഇത് നമുക്ക് ഇങ്ങോട്ട് ഇത് രണ്ടും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൂടെ? അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? W(z) ഈക്വൽ ടു അല്ലേ, W(z) ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും? എല്ലാം ഇങ്ങനെ ഇത് മൾട്ടിപ്ലൈ ചെയ്തല്ലേ പോകുന്നത്. അപ്പോൾ ഇതിനെ k = 1 to n എന്ന് പറഞ്ഞാൽ ഇത് സ്പ്ലിറ്റ് ചെയ്ത് പോകാമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാൽ W(z)നെ മാത്രം എടുത്തിട്ട് ശരിക്കും W(z) ഇൻറ്റു ദിസ് ഈക്വൽ ടു X(z) എന്നല്ലേ വരുന്നത്. അതല്ല ഇവിടെയല്ലേ വരുന്നത്. അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ വരും? W(z) ഇസ് ഈക്വൽ ടു X(z) മൈനസ് A1 Z raised to -1 W(z). കാരണം ഇവിടെ ഉണ്ടല്ലോ -A2 Z raised to -2. ഇതിനെ അങ്ങ് എക്സ്പാൻഡ് ചെയ്തതാണ്. ഈക്വൽ ടു -an Z raised to -n W(z). അങ്ങനെ ഒരു ഇക്വേഷൻ വരും. അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? Y(z) ഇസ് ഈക്വൽ ടു W(z) ഓഫ് ദിസ് വാല്യൂ എന്നല്ലേ വരുന്നത്. അതാണ് ഇവിടെ എഴുതിയത്. Y(z) ഇസ് ഈക്വൽ ടു B0 W(z) പ്ലസ് B1 Z raised to -1 W(z) എന്ന് പറഞ്ഞു വരും. അപ്പോൾ ഇൻ എഫക്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ രണ്ട് ഇക്വേഷനാണ്, ഇൻ ടേംസ് ഓഫ് W(z)ഉം ഇൻ ടേംസ് ഓഫ് Y(z)ഉം. ഇത് നമ്മളിതിപ്പോൾ ഇസഡിന് പകരം നമ്മൾ ഡിഫറൻസ് ഇക്വേഷൻ്റെ രൂപത്തിൽ എഴുതുകയെന്ന് വിചാരിച്ചു. ഡിഫറൻസ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താ? എല്ലാം n. അപ്പോൾ Z ഇൻവേഴ്സ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ? ഡിലേ ആണ്. അതിന് പകരം നമുക്ക് എന്ത് എഴുതാം? അപ്പോൾ ഇതേ ഇക്വേഷനെ തന്നെ യൂസിങ് ഡിഫറൻസ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? W(n) ഈക്വൽ ടു X(n) മൈനസ് Z ഇൻവേഴ്സ് ഓഫ് W(z) എന്ന് പറഞ്ഞാൽ ഒരു ഡിലേ വരിക. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് എഴുതാം? -A1 W(n) -1 പിന്നെയോ -A2 W(n) -2 -an W(n) -1. അതാണ് ഇതിന് പകരം. അടുത്ത എന്താ? Y(z) പകരം Y(n) എന്ന് എഴുതാം. എന്നിട്ട് B0 ഓഫ് W(n) പ്ലസ് B1 W(n) -1 പ്ലസ് B2 W(n) ഇങ്ങനെ എഴുതാം. ഇതെന്തിനാണ് ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു രൂപം നിങ്ങൾ മനസ്സിലാക്കി നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഇൻ എഫക്റ്റ് പറഞ്ഞ് ഇത്രയും മനസ്സിലാക്കുക. ഡയറക്റ്റ് ഫോം 2 റിയലൈസേഷനിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർമീഡിയറ്റ് വേരിയബിളും കൂടെ കൊണ്ടുവരിക. അതായത് Y(z)/W(z) ഇൻറ്റു W(z)/X(z) എന്ന് പറഞ്ഞ് എടുക്കുക. അതിൽ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ന്യൂമറേറ്ററും ഈ ഒരു പോർഷൻ ഈക്വൽ ടു ഇതിൻ്റെ ഡിനോമിനേറ്റർ എന്ന് പറയാം. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് W(n) ഒരു ഇക്വേഷൻ കിട്ടും, Y(n) ഒരു ഇക്വേഷൻ കിട്ടും. ഈ രണ്ട് ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് കാണാം W(n)നകത്തും W(n) -1 ഇക്വേഷൻ ഉണ്ട്, Y(n)ലും W(n) എന്ന് പറഞ്ഞാൽ എന്താ? ഈ രണ്ട് ഇക്വേഷനകത്തും കോമൺ ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് W(n) ആണ്. അപ്പം ഡയറക്റ്റ് ഫോം 2 നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫോമിൽ നിന്നൊരു ചെറിയൊരു വേരിയേഷനാണ്. അതായത് ഇത് കുറച്ചും കൂടെ കോമ്പാക്റ്റ് ആണ്. ഡയറക്റ്റ് ഫോം 1 സെപ്പറേറ്റ് സമ്മാണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത എഫക്റ്റാണ് ഇവിടെ ചെയ്യുന്നത്. അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതായത് ഇതാണ് ഡയറക്റ്റ് ഫോം 2ൻ്റെ ജനറൽ സ്ട്രക്ചർ.
അതായത് ഇതിനകത്ത് വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഡയറക്റ്റ് ഫോം വൺ എഴുതിയപ്പോൾ എങ്ങനെയായിരുന്നു, ഇവിടെ എല്ലാം പ്ലസ്, പിന്നെ ഡബ്ല്യു ഓഫ് എൻ, അത് കഴിഞ്ഞ് വൈ ഓഫ് എന്നിൻ്റെ ഇസഡ് ഇൻവേഴ്സ് എല്ലാം കൂടെ വന്നിട്ട് ഇവിടെയും പ്ലസ്, അതായത് രണ്ട് പ്ലസ്സുകൾ ഇങ്ങനെ വന്നിട്ട് ഇവിടെ രണ്ടുമായിരുന്നു ഡിലേ എലമെൻറ്റ്. ഓർമ്മയുണ്ടോ? ഇവിടെ ഡിലേ എലമെൻറ്റ്, ഇവിടെയും ഡിലേ എലമെൻറ്റ്, നടുക്കായിരുന്നു രണ്ട് പ്ലസ്. ഇതിനെ തിരിച്ചിട്ടിട്ട് ആ കോമൺ ആയിട്ട് വരുന്ന രണ്ടിടത്ത് ഇസഡ് ഇൻവേഴ്സ് വേണമല്ലോ, അതങ്ങ് നടുക്ക് പിടിച്ചിട്ടു. കാരണം ഞാനിവിടെ പറഞ്ഞ പോലെ രണ്ട് ഇക്വേഷനകത്ത് എന്ത് കോമൺ ഉണ്ട്? ഡബ്ല്യു ഓഫ് എൻ കോമൺ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് എന്നിൽ നിന്നൊരു എക്സ്പ്രഷൻ വന്നിട്ട് ഇതെല്ലാം കൂടെ ഫസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എക്സ് ഓഫ് എൻ എല്ലാം കൂടെ കിട്ടുന്നത് എന്താ? ഈക്വൽ ടു ഡബ്ല്യു ഓഫ് എൻ എന്നല്ലേ. അപ്പോൾ ഈ പോർഷൻ ചെയ്യും. അപ്പോൾ ഇവിടെ ഇസഡ് ഇൻവേഴ്സിന് കോമൺ ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഈ വരച്ചേക്കണ കേസിൽ വൈ ഓഫ് എന്നിലെ ഇസഡ് ഇൻവേഴ്സും എക്സ് ഓഫ് എന്നിലെ ഇസഡ് ഇൻവേഴ്സും സെയിം ആയിട്ടുള്ള കേസാണ്. ഇത് സെയിം അല്ലാതെ വരുവാണെങ്കിൽ അത് വിട്ട് ചെയ്താൽ മതി. അതെപ്പോൾ ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. വൈ ഓഫ് എന്നിൻ്റെ ഈ ഇതിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഫോം 2 എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലസ് മാത്രം നടുക്കൊരു ഇസഡ് ഇൻവേഴ്സ് വരുന്നു. ആ ഇസഡ് ഇൻവേഴ്സിൻ്റെ അവിടെ വരുന്നത് എന്താണ്? ഡബ്ല്യു ഓഫ് എൻ. ഡയറക്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇസഡ് ഇൻവേഴ്സ്, ഇവിടെ ഇസഡ് ഇൻവേഴ്സ്, രണ്ട് പ്ലസ്. ഡയറക്റ്റ് ഫോം 2 വരുമ്പോൾ എന്താണ് വ്യത്യാസം? നടുക്ക് ഇസഡ് ഇൻവേഴ്സ്, രണ്ട് സൈഡിൽ പ്ലസ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ആഡേഴ്സ്, ഈ ഡിലേ എലമെൻറ്റ് കുറയുകയാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ കോമ്പാക്റ്റാണ് ഈ ഡയറക്റ്റ് ഫോം 2. ഈ പടം മനസ്സിൽ വേണം. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്താ? ഇതിൻ്റെ ന്യൂമറേറ്ററിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ കോയിഫിഷ്യൻറ്റും ഇവിടെ വരുമ്പോൾ ന്യൂമറേറ്ററിൻ്റെ കോയിഫിഷ്യൻറ്റുമാണ് നോക്കുന്നത്. അത് പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത് ഇക്വേഷൻ നോക്കി ചെയ്താൽ മതി. ഇതാണ് ജനറൽ കൺസെപ്റ്റ്. ഇനി നമുക്ക് പ്രോബ്ലം വെച്ച് നോക്കാം. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിൻ ദ ഡയറക്റ്റ് ഫോം 2 റിയലൈസേഷൻ ഫോർ ദ ഫോളോയിങ് സിസ്റ്റം വൈ ഓഫ് എൻ ഈക്വൽ ടു -0.1 വൈ ഓഫ് എൻ -1 പ്ലസ് 0.72 വൈ ഓഫ് എൻ -2 പ്ലസ് 0.7 എക്സ് ഓഫ് എൻ ഈക്വൽ ടു -0.25 ടു എക്സ് ഓഫ് എൻ -2. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് നമ്മളോട് കാണാൻ ചോദിച്ചാൽ ഡയറക്റ്റ് ഫോം 2 റിയലൈസേഷനാണ്. ക്വസ്റ്റ്യൻ കാണുമ്പോഴേ മനസ്സിലാവും എക്സ് ഓഫ് എന്നും വൈ ഓഫ് എന്നും ഉള്ളതുകൊണ്ട് ഇത് ഏത് ഫിൽറ്ററാണ്? IR ഫിൽറ്ററാണ്. അപ്പോൾ നമുക്ക് ഈ രീതിയിലാക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? എച്ച് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് ഇസഡ്. ഇതിനെ നമുക്ക് വേറെ രീതിയിൽ എഴുതാലോ. ഇതിൻ്റെ സ്റ്റെപ്പ് എങ്ങനെയാണ്? വൈ ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ ഡബ്ല്യു ഓഫ് ഇസഡ് ഇൻറ്റു ഡബ്ല്യു ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് ഇസഡ്. ഓക്കെ, അങ്ങനെ ചെയ്തല്ലോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് ആ ഒരു രൂപത്തിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ അതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇൻവേഴ്സ് എടുത്ത് ഇത് ചെയ്ത് നോക്കാമല്ലോ, എന്നാലല്ലേ ഇത് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ എന്താണ്? വൈ ഓഫ് എൻ ഈക്വൽ ടു -0.1 വൈ ഓഫ് എൻ -1 പ്ലസ് 0.72 വൈ ഓഫ് എൻ -2 പ്ലസ് 0.7 എക്സ് ഓഫ് എൻ -0.252 എക്സ് ഓഫ് എൻ -2. ഇതല്ലേ ക്വസ്റ്റ്യൻ. ഇതിൽ നമ്മൾ ഇനി ഇസഡ് ഇൻവേഴ്സ് എടുക്കുക. അപ്പോൾ ഇത് ടേക്കിംഗ് ഇസഡ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ എങ്ങനെയാണ്? ടേക്കിംഗ് ഇസഡ് ട്രാൻസ്ഫോം. ഓക്കെ, ഇസഡ് ട്രാൻസ്ഫോം എടുക്കുന്ന വൈ ഓഫ് എൻ എന്ന് പറയുന്നത് എന്താ? വൈ ഓഫ് ഇസഡ്. ഓക്കെ, വൈ ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു -0.1 വൈ ഓഫ് എൻ -1 വരെ എങ്ങനെ എഴുതാം? ഇസഡ് ഇൻവേഴ്സ് ഒരെണ്ണം ഉള്ളതുണ്ടെങ്കിൽ ഇസഡ് ഇൻവേഴ്സ് വൈ ഓഫ് ഇസഡ് പ്ലസ് 0.72. ഇത് രണ്ടാകുമ്പോൾ എങ്ങനെ വരും? ഇസഡ് റേസ് ടു -2 വൈ ഓഫ് ഇസഡ് പ്ലസ് 0.7 എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് എന്തായി മാറും? എക്സ് ഓഫ് ഇസഡ്. എക്സ് ഓഫ് ഇസഡ് -0.252 ഇസഡ് ഇൻവേഴ്സ് എക്സ് ഓഫ് ഇസഡ്. ഓക്കെ, ഇനി ഇതിനകത്തുനിന്ന് വൈ ഓഫ് ഇസഡിൻ്റെ ടേം എല്ലാം കൂടി ഒരുമിച്ചെടുക്കാം. അപ്പോൾ അതെങ്ങനെ വരും? സോ ദ ഇക്വേഷൻ ബിക്കംസ് വൈ ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു വൈ ഓഫ് ഇസഡ് എന്ന് പറയുമ്പോൾ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാമല്ലേ, ഇൻറ്റു 1 പ്ലസ് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്തൊരു 1 പ്ലസ് 0.1 ഇസഡ് ഇൻവേഴ്സ്, ഇതിങ്ങോട്ട് വരുമ്പോൾ മൈനസ് വരും 0.72 ഇസഡ് റേസ് ടു -2 ഈക്വൽ ടു എക്സ് ഓഫ് ഇസഡിൻ്റെ ടേം എന്ന് പറയുന്നത് എന്ത് വരും? 0.7 മൈനസ് 0.252 ഇസഡ് ഇൻവേഴ്സ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് വൈ ഓഫ് ഇസഡ് ബൈ എക്സ് ഓഫ് ഇസഡ് എന്ന് എഴുതാലോ. അതാണ് ഞാൻ ഈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്ത് എഴുതിയപ്പോൾ നമുക്ക് എന്തോന്നു? വൈ ഓഫ് ഇസഡ് ബൈ എക്സ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു 0.7 മൈനസ് 0.252 ഇസഡ് ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.1 ഇസഡ് ഇൻവേഴ്സ് മൈനസ് 0.72 ഇസഡ് സ്ക്വയർ ഇസഡ് റേസ് ടു -2. ഇനി നമ്മൾ എഴുതാൻ പോവാണ് വൈ ഓഫ് ഇസഡ് ബൈ എക്സ് ഓഫ് ഇസഡിന് പകരം എന്ത് എഴുതാം? വൈ ഓഫ് ഇസഡ് ബൈ ഡബ്ല്യു ഓഫ് ഇസഡ് ഇൻറ്റു ഡബ്ല്യു ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് ഇസഡ്. ഇതാണ് അടുത്ത സ്റ്റെപ്പ്. ഇതിൽ ദെയർഫോർ വൈ ഓഫ് ഇസഡ് ബൈ ഡബ്ല്യു ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഏതാണ്? ന്യൂമറേറ്റർ ആണ്. ന്യൂമറേറ്റർ എന്ന് പറയുമ്പോൾ എന്തൊരും 0.7 മൈനസ് 0.252
ഇസഡ് ഇൻവേഴ്സും, അടുത്തത് ഡബ്ല്യു ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്ത് വരും? 1/1 പ്ലസ് 0.1 ഇസഡ് ഇൻവേഴ്സ് മൈനസ് 0.72 ഇസഡ് റേസ് ടു -2. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കിട്ടും? y ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഓഫ് ഇസഡ് ഇൻറ്റു 0.7 മൈനസ് 0.252 ഇസഡ് റേസ് ടു -1. അടുത്തതോ ഡബ്ല്യു ഓഫ് ഇസഡ് ഇൻറ്റു 1 പ്ലസ് 0.1 ഇസഡ് റേസ് ടു -1 മൈനസ് 0.72 ഇസഡ് റേസ് ടു -2 ഈക്വൽ ടു എക്സ് ഓഫ് ഇസഡ്. ഇത് ഞാൻ എങ്ങനെ ആക്കണം എന്നാണ് പറഞ്ഞാൽ ഡബ്ല്യു ഓഫ് ഇസഡ് ഈക്വൽ ടു എന്നാക്കണ്ടേ. അപ്പം എന്ന് പറഞ്ഞാൽ ഈ ടേം എല്ലാം ഇങ്ങോട്ട് വരും. അപ്പോൾ എന്തുവരും? എക്സ് ഓഫ് ഇസഡ് മൈനസ് 0.1 ഇസഡ് റേസ് ടു ഡബ്ല്യു ഓഫ് ഇസഡ് പ്ലസ് 0.72 ഇസഡ് റേസ് ടു -2 ഡബ്ല്യു ഓഫ് ഇസഡ്. മനസ്സിലായോ? ഞാൻ ഇവിടെ നിന്നുള്ളതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി നമ്മൾ എന്താണ് ടേക്കിംഗ് ഡിഫറൻസ് ഇക്വേഷൻ്റെ ഫോമിൽ എഴുതാൻ പോകണം. സോ ടേക്കിംഗ് ഡിഫറൻസ് ഇക്വേഷൻ അങ്ങനെ വേണ്ടേ നമുക്ക് എഴുതാൻ, എന്നാലല്ലേ ശരിയാവുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് എഴുതാം? ഡബ്ല്യു ഓഫ് എൻ എഴുതാം. അപ്പോൾ ഡബ്ല്യു ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ദെയർഫോർ ഡബ്ല്യു ഓഫ് എൻ ഈക്വൽ ടു എക്സ് ഓഫ് എൻ. ഇസഡ് ഇൻവേഴ്സിന് പകരം എന്ത് എഴുതാം? ഡബ്ല്യു ഓഫ് എൻ -1. ഓക്കെ, ഡബ്ല്യു ഓഫ് എൻ -1 പ്ലസ് 0.72. ഇതിന് പകരം എന്ത് എഴുതാം? ഡബ്ല്യു ഓഫ് എൻ -2. ഇതൊരു ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്തത് ഇതുപോലെ മറ്റേതും എഴുതാം. എങ്ങനെ എഴുതാം? y ഓഫ് എൻ ഇസ് ഈക്വൽ ടു ഡബ്ല്യു ഓഫ് എൻ ഇൻറ്റു 0.7 മൈനസ് 0.252 ഡബ്ല്യു ഓഫ് എൻ -1. മനസ്സിലായോ? ഇനി ഇത് നോക്കി നമുക്ക് പടം വരച്ചാൽ മതി. നമ്മൾ പടം വരയ്ക്കുമ്പോൾ ആദ്യം എവിടെ നിന്ന് തുടങ്ങണം? നമുക്ക് എക്സ് ഓഫ് എൻ ആണ്. ഓക്കെ, എക്സ് ഓഫ് എൻ ആണേ, ഞാൻ ഇവിടുന്ന് ആരോ കൊടുത്തു. അപ്പോൾ ഇവിടെ വരുന്ന നടുക്കത്തെ ടേം എന്താണ്? ഡബ്ല്യു ഓഫ് എൻ. ഇതിൻ്റെ ഔട്ട് തന്നെയാണ് മറ്റേതിന് ഇൻപുട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഒരു ടേം ആയിരിക്കും എന്ത് വരാൻ പോകുന്നത്? ഇവിടെ വരുന്നതായിരിക്കും y ഓഫ് എൻ. അത്രയും നമുക്കറിയാം. നടുക്കായിരിക്കണം വരേണ്ട എന്താ? ഡിലേ എലിമെൻറ്റ്. അപ്പോൾ ആദ്യം നമുക്ക് എക്സ് ഓഫ് എൻ ഈ ഒരു ഇക്വേഷൻ നോക്കാം. ഇതിനകത്ത് എത്ര ഡിലേ എലിമെൻ്റ് ഉണ്ട്? 1, 2. അപ്പോൾ നമുക്ക് n-2 ആയതുകൊണ്ട് നമുക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ 2 എണ്ണം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം 2 ഡിലേ എലിമെൻറ്റ് വേണം. ഇവിടെ ഒരെണ്ണം വരച്ചു, അടുത്തത് ഇവിടെ ഒരെണ്ണം വരച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ 2 എണ്ണം വരച്ചു. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ട ആദ്യം നമുക്കിത് ഈ ഇക്വേഷൻ നോക്കാം. അതായത് ഡബ്ല്യു ഓഫ് എൻ ഈക്വൽ ടു എക്സ് ഓഫ് എൻ. ഇതിൻ്റെ കൂടെ വരേണ്ട എന്താണ്? ഇങ്ങനെ ആഡ് ചെയ്തല്ലേ പോകേണ്ടത്? അപ്പോൾ ഇവിടെയല്ലേ പ്ലസ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് വരുന്നു ആദ്യത്തെ ഡബ്ല്യു ഓഫ് എന്നിൻ്റെ കൂടെ വരുന്ന ഏതാ? -0.1. ഓക്കെ, ആ -0.1ൻ്റെ കൂടെ എന്ത് ചെയ്യണം? ഇവിടെ ഒരു പ്ലസ് വരുമല്ലോ, എന്നാലല്ലേ ശരിയാവത്തുള്ളൂ. എന്നാലല്ലേ അത് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ പറ്റൂ. ഇവിടെ ഒരു പ്ലസ് ഉണ്ടേ. ഓക്കെ, ഇവിടെ ഒരു പ്ലസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്തൊരു? ഇവിടെ നിന്ന് -0.1 വന്നു. അടുത്ത ടേം എന്താണ്? 0.72. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന ടേം ഏതാണ്? 0.72. അത് രണ്ടും കൂടെ ആഡ് ചെയ്യണ്ടേ. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് വേണ്ടേ? വേണം. ഇവിടെ ഒരു പ്ലസ് ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തോളൂ. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ കഴിഞ്ഞു. അതായത് എക്സ് ഓഫ് എൻ, ഇവിടെ നിന്ന് എക്സ് ഓഫ് എൻ വരും × 1, അതിങ്ങോട്ട് വന്നു. -0.1, അത് പ്ലസ് ഇവിടെ വന്നു. അടുത്ത എന്താണ് വരുന്നത്? അപ്പോൾ ഇവിടെ 1 അല്ലേ വരുന്നത്. അടുത്തത് 0.72. അപ്പോൾ ഈ ഒരു പോർഷൻ കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് y ഓഫ് എൻ നോക്കാം. y ഓഫ് എന്നിൻ്റെ കൂടെ ഇവിടെ നിന്നാണ് ഡബ്ല്യു ഓഫ് എൻ വരുന്നത്. അപ്പോൾ ഈ ഡബ്ല്യു ഓഫ് എന്നിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? 0.7. അപ്പോൾ നമുക്ക് ഇവിടെ 0.7 എഴുതാം. ഇനി ഇവിടെ ഒരു ഡിലേ എലിമെൻറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മാത്രം എടുത്താൽ മതി അല്ലേ. ഇവിടുന്ന് മാത്രം എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതെന്താണ് ചെയ്യേണ്ടത്? നമുക്കിവിടെ വരുന്ന പറഞ്ഞാൽ -0.2 ഡബ്ല്യു ഓഫ് എൻ -1. അപ്പോൾ ഇവിടെ വരുന്നതാണ് ഡബ്ല്യു ഓഫ് എൻ -1, ഇവിടെ വരുന്നതാണ് ഡബ്ല്യു എൻ -2. അപ്പോൾ ഇവിടെ വരുന്ന ടേം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ വരുന്നത് -0.252 അല്ല, -0.252. മനസ്സിലായോ? ഈ -0.25 കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ കൂടെ വേണം എന്ത് ചെയ്യാൻ? ഇവിടെ ആഡ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് വേണ്ടേ? എന്നാലല്ലേ y ഓഫ് എന്നിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇത് ആഡ് ചെയ്താലാണ് എന്ത് വരുള്ളൂ? ഈ ഒരു ടേം വരത്തുള്ളൂ. ഓക്കെ, ഒരു കറക്ഷൻ ചെയ്യാനുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പം ഇത് x-1 ആണ് കേട്ടോ. ഞാനിവിടെ x-2 എന്ന് എഴുതിയത്. അപ്പം നമ്മളിവിടെ എഴുതുമ്പോൾ x-1 ആണേ.
ഇതൊന്ന് കറക്റ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ ശരിയായി കണ്ടോ, 0.252 ഇൻറ്റു എക്സ് ഓഫ് ഇസഡ് ഇൻവേഴ്സ് എന്നല്ലേ വരത്തുള്ളൂ. ആ ക്വസ്റ്റ്യനകത്ത് അതൊന്ന് കറക്റ്റ് ചെയ്തോണേ. -0.25 ടു എക്സ് ഓഫ് n-2 അല്ല, എക്സ് ഓഫ് n-1 ആണ്. അതൊന്ന് കറക്റ്റ് ചെയ്താൽ ബാക്കി നമ്മൾ ചെയ്തതെല്ലാം ശരിയാണ്. ക്വസ്റ്റ്യനകത്ത് ഞാൻ എഴുതിയപ്പോൾ -0.25 ടു എക്സ് ഓഫ് n-2 എന്ന് എഴുതിയത് എക്സ് ഓഫ് n-1 ആണ്. അത് മറന്നു പോയത് കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് ചെയ്യുന്നതെല്ലാം ശരിയാവും. കാരണം ഞാനത് അങ്ങനെ ഇട്ടാണ് ചെയ്തു പോയത്, ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്തോണേ. അപ്പോൾ നമ്മൾ എന്ത് വരച്ചു? ഇതാണ് ഡയറക്റ്റ് ഫോം ടു റിയലൈസേഷൻ. അപ്പോൾ ഡയറക്റ്റ് ഫോം ടു എങ്ങനെയാണ് ചെയ്തേ? ആദ്യം കിട്ടിയ വൈ ഓഫ് എസ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം, ഞാനൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്, അത് നോക്കിക്കോണേ. എക്സ് ഓഫ് n-1 ആണ്. അപ്പോൾ നമുക്ക് വൈ ഓഫ് ഇസഡും എക്സ് ഓഫ് ഇസഡും കിട്ടി. അതിനെ നമ്മൾ വൈ ഓഫ് ഇസഡ് ബൈ ഡബ്ല്യു ഓഫ് ഇസഡ് ഇൻറ്റു ഡബ്ല്യു ഓഫ് ഇസഡ് ബൈ എക്സ് ഓഫ് ഇസഡിന് എടുത്തി. എന്നിട്ട് ന്യൂമറേറ്റർ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ന്യൂമറേറ്റർ ആയിട്ട് എടുത്തു, സെക്കൻഡ് ഇതെന്ന് പറയുന്നത് ഡിനോമിനേറ്റർ ആയിട്ട് എടുത്തു. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ 2 ഇക്വേഷൻ കിട്ടി. എന്നിട്ട് ഡിഫറൻസ് ഇക്വേഷൻ എഴുതി ഡബ്ല്യു ഓഫ് എന്നിൻ്റെ രൂപത്തിൽ എഴുതി. ഡബ്ല്യു ഓഫ് എന്നിൻ്റെ രൂപത്തിൽ എഴുതിയിട്ട് നമ്മൾ പടം വരയ്ക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം എക്സ് ഓഫ് എൻ കൊടുക്കണം, പിന്നെ നടുക്കാണ് ഡബ്ല്യു ഓഫ് എൻ, ഇവിടെ വൈ ഓഫ് എൻ. അപ്പോൾ ഓർത്തിരിക്കണം, ഈ സൈഡിലാണ് പ്ലസ് വരുന്നത്. അപ്പോൾ നടുക്ക് ഇസഡ് ഇൻവേഴ്സ്. അപ്പോൾ നമ്മൾ നോക്കിയപ്പം ഡബ്ല്യു ഓഫ് എൻ ഇതിനകത്ത് 2 ടേം ഉണ്ട് അല്ലേ? ഈ ഒരു എക്സ്പ്രഷനകത്ത് എത്ര ഉണ്ട്? 2 ടേം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇസഡ് ഇൻവേഴ്സ് ഇട്ടത്. അതിട്ട് നമ്മൾ ഈ നോക്കി പിന്നെ ആരോ നോക്കിയിട്ട് നമ്മൾ ഡബ്ല്യു ഓഫ് എന്നിലേക്ക് കൊടുത്തു. അടുത്ത് നമ്മൾ വൈ ഓഫ് എൻ നോക്കിയപ്പോൾ ഒരു ഡിലേ എലമെൻ്റ് ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് മാത്രം എടുത്താൽ മതി. അവിടുന്ന് മാത്രം എടുത്തിട്ട് ഈ പ്ലസ് ആണോ മൈനസ് ആണോ നോക്കിയിട്ട് ആരോ കൊടുക്കണം. കാരണം എന്താ? വൈ ഓഫ് എൻ ഈക്വൽ ടു ഈ വാല്യൂ പ്ലസ് ഈ വാല്യൂ. ഈ ആരോ ശ്രദ്ധിച്ചോണേ, ആരോ മാറിപ്പോയാൽ മാറി. കാരണം ഇവിടെ നിന്ന് വന്ന് ദിസ് ഇസ് ഈക്വലൻ ടു ഡബ്ല്യു ഓഫ് എൻ, അങ്ങനെയല്ലേ പോകുന്നത്? എക്സ് ഓഫ് എന്നിൻ്റെ ഇതെല്ലാം ആഡ് ചെയ്ത് ഡബ്ല്യു ഓഫ് എൻ. എന്നിട്ട് എന്താ? ഈ ഡബ്ല്യു ഓഫ് എൻ എല്ലാം കൂടെ ചേർന്നിട്ടാണ് വൈ ഓഫ് എൻ. അപ്പോൾ ആരോ നോക്കിക്കേ, ഇതിങ്ങനെ പോകുന്നു. ഇതിങ്ങനെ വന്നാലല്ലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇത്രയേ ഉള്ളൂ ഡയറക്റ്റ് ഫോം ടു. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. താങ്ക് യു.